ഇന്നലെ അവിടെ നടന്ന സംഭവത്തില് പിന്നെ ഒരു സബീനയില് ഒരു 5 സഹിയാക്കിയിട്ടുണ്ട്. ബാക്കി അവർ പരിശോധിച്ച് പറയാന്ന് പറഞ്ഞു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനായി. അവരോട് ചോദിക്കാനുള്ളത് അവർ പരിശോധന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സഹിയാക്കിയത് ഏതാന്നുള്ളത് ചോദ്യം അതിൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ അതുപോലെ പിന്നെ അവർ പറയണ നമ്മുടെ സൗദി അറേബ്യ വഹാബികളുടെ നാടാണ്. പക്ഷെ അവിടെ പോലും പിന്നെ മൗലൂദ് ധാരാളമായി നടക്കുന്നുണ്ട്. മറ്റേ അവിടെ മദീനയില് മുനവറയിൽ നടക്കുന്ന കുറച്ച് പാകിസ്ഥാനിലൊക്കെ മൗലൂദിൽ തന്നെ വീഡിയോ ക്ലിപ്പൊക്കെ അവരിങ്ങനെ വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വസ്തുത എന്താണ്? താങ്കൾ കുറെ കാലം സൗദിയിലായിരുന്നല്ലോ. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പണ്ഡിത സഭയുണ്ട്, ഒരു ഭരണകൂടവുമുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഖുർആനും ഹദീസും ഭരണഘടനയായി സ്വീകരിച്ച ഏക രാഷ്ട്രം സൗദി അറേബ്യ മാത്രമാണ്. ആ സൗദി അറേബ്യയിലെ ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം അവർ സംഘടിപ്പിച്ച ഒരു പണ്ഡിത സഭയാണ് ലജ്നത്തുൽ ദായിമ. ഈ ലജ്നത്തുൽ ദായിമ ഈ വിഷയ സംബന്ധിയായ ചർച്ച വന്നപ്പോൾ അവർ നൽകിയ ഫത്വയുണ്ട്. ഫത്വയുടെ നമ്പർ 7136 നമ്പർ. ഈ ഫത്വയിൽ സൗദി ഗവൺമെന്റിന്റെ പണ്ഡിത സഭ പറയുന്നത് ഇഖാമത്തു ഇഹ്തിഫാലിൻ ബി മുനാസബത്തി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജൂസു ലികൗനിഹി ബിദ്അത്തൻ മുഹ്ദസ. റസൂലുള്ളാഹിയുടെ ജന്മദിനാഘോഷം ആഘോഷിക്കുക എന്നുള്ളത് അനുവദിക്കാനേ നിർവാഹമില്ല, അത് ബിദ്അത്താണ്. ലം യഫ്അലഹാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് അത് പ്രവർത്തിച്ചിട്ടില്ല, നബിന്റെ ഖലീഫമാർ ചെയ്തിട്ടില്ല, അവരല്ലാത്തവരും ചെയ്തിട്ടില്ല. മാത്രമല്ല വലാ ഗൈറും മിനൽ ഉലമാഇ ഫിൽ ഖുറൂനി സലാസത്തിൽ മുഫദ്ദല, ഉത്തമരായ 3 തലമുറ ഇത് ചെയ്തിട്ടില്ല. തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി പറഞ്ഞതുപോലെ തന്നെ ഹിജറ 300 ശേഷം വന്നതാന്ന് പറഞ്ഞ പോലെ തന്നെ പണ്ഡിത സഭയും ഇതിൽ പറഞ്ഞു. ഇതിൽ ഒപ്പിട്ട ആളുകൾ ആരൊക്കെയാണോ? ഷെയ്ഖ് ബിൻ ബാസ് ഒപ്പിട്ട്, അബ്ദുല്ലാഹ് ബിൻ ഖഅൂദ് ഒപ്പിട്ടു, അബ്ദുല്ലാഹ് ബിൻ ഖദയാൻ ഒപ്പിട്ട്, അതുപോലെ അബ്ദുർ റസാഖ് അഫീഫി ഒപ്പിട്ട്. ഈ സൗദിയിലെ ഉന്നതന്മാരാ പണ്ഡിതന്മാരൊക്കെ ഒപ്പിട്ട് 7136 നമ്പർ ഫത്വയായി ഗവൺമെന്റ് സൗദിയിലെ മൊത്തം അറബികൾക്ക് നൽകിയ നിർദ്ദേശമാണിത്. ഇത് തീർത്തും ഇത് ബിദ്അത്താണ്, ഇത് ശരിയല്ല എന്ന് അവര് പറയാണ്. അങ്ങനെയുള്ള പറഞ്ഞാൽ വഹാബി ആവുമല്ലോ, പുത്തംവാദി ആവുമല്ലോ, അങ്ങനെയുള്ളവന്റെ ബാക്കിൽ തുറന്നു നിസ്കരിക്കാനും പാടില്ലല്ലോ. എങ്കിൽ ഹറമിൽ പോയി നമസ്കരിക്കുമ്പോ സുദൈസിയോ സുറൈമോ അയ്യൂബിയോ ആരായിരുന്നാലും അവരുടെയൊക്കെ വാദം ഇതാണ്, ഇത് ബിദ്അത്താണ്, തെറ്റാണ്, പാടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹറമിലെ ഇമാമുകളെ പോയി ഇവർ തുടർന്ന് നമസ്കരിക്കുമ്പോ മുബ്തദീനെ തുടർന്ന് നിസ്കരിക്കുന്ന ആ ഒരു ചിന്ത അവിടെ വരുമ്പോ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ മൂല്യന്മാരൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൗലിദിലുള്ള ഒരു ഭാഗമുള്ള ബുർദ, ഈ ബുർദയെ സംബന്ധിച്ച് ഈ പണ്ഡിത സഭയോട് സൗദി ഗവൺമെന്റിന്റെ ലജ്നത്തുൽ ദായിമയോട് ചോദ്യം വന്നു. എന്താണല്ലോ, ബുർദയിൽ ബിദ്അത്തുണ്ട്, അതിൽ ശിർക്ക്